എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഇന്ന് നിങ്ങളെ സ്പർശിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരടിമത്തത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുകയും ചെയ്യുന്ന, അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇന്ന് ഈ സൂമിലും യൂട്യൂബിലുമായി കാണുന്ന നിങ്ങളുടെയും നിങ്ങളെ ശുശ്രൂഷിക്കുന്ന എൻ്റെയും വരെ ജീവിതത്തിൽ ഇന്നൊരു വലിയ ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് നൽകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്താണ് അടിമത്തം? അടിമത്തം എന്താണെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യമുണ്ടായിട്ടും ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാൻ കഴിയാതെ, അവകാശമുണ്ടായിട്ടും ആ അവകാശത്തിലേക്ക് അല്ലെങ്കിൽ അവകാശ പദവിയിലേക്ക് കയറാൻ കഴിയാതെ, അർഹത ഉണ്ടായിട്ടും ആ അർഹതയെ അനുഭവമാക്കാൻ കഴിയാതെ, മറ്റൊരു ശക്തിയുടെ കീഴിൽ, മറ്റൊരു നിയമത്തിൻ്റെ കീഴിൽ, മറ്റൊരു വ്യക്തിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച്, ആ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ആഗ്രഹമില്ലെങ്കിലും ജീവിക്കേണ്ടി വരിക. ഇതാണ് അടിമത്തം. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ഇച്ഛയ്ക്കും ഇഷ്ടങ്ങൾക്കും അവിടെ യാതൊരു വിലയുമില്ല. അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് അവിടെ യാതൊരു വിലയുമില്ല. എൻ്റെ കഴിവുകൾക്ക് അവിടെ യാതൊരു വിലയുമില്ല. എൻ്റെ കഴിവ് എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നെ നിയന്ത്രിക്കുന്ന വ്യക്തി പറയുന്ന കാര്യം കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകുന്ന ഒരവസ്ഥ. മറ്റൊരു രാജ്യത്തിൻ്റെ നിയമത്തിന്, വ്യക്തിയുടെ നിയമത്തിന്, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതാകുന്നു അടിമത്വം. എന്നാൽ ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ക്രിസ്തു നമ്മുടെ ഈ വേൾഡിലേക്ക് വന്നപ്പോൾ, യേശു നമ്മുടെ ലൈഫിലേക്ക് വന്നപ്പോൾ, മശിഹ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, അടിമത്തത്തിൻ്റെ കെട്ട്, അത് രോഗത്തിൻ്റെ ആകട്ടെ, ശാപത്തിൻ്റെ ആകട്ടെ, പാപത്തിൻ്റെ ആകട്ടെ, ഏതൊരു തരത്തിലുള്ള അടിമത്തത്തിൻ്റെ ബന്ധനവും തൻ്റെ നാമത്താലും ശക്തിയാലും രക്തത്താലും ആ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും വരുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. എന്നാൽ പോലും ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം, യേശു നമുക്ക് വരുത്തിയ സ്വാതന്ത്ര്യം, യേശു നമുക്ക് തന്ന ആ ഒരു പുതിയ ജീവിതം, അതിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ പറ്റാത്ത ആത്മീയരാണ് ഏറിയ പങ്കും ഇന്ന് ഭൂമിയിലുള്ളത്. ക്രിസ്തു ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യം വരുത്തി കഴിഞ്ഞാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. എന്നാൽ നമ്മുടെ നെഞ്ചത്തൊന്ന് കൈവച്ച് ആ വാക്യം പറയുമ്പോൾ മനസ്സാക്ഷി നമ്മളോടൊരു ചോദ്യം ചോദിക്കും: നീ വാസ്തവത്തിൽ സ്വതന്ത്രനാണോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അവൻ സാക്ഷാൽ സ്വതന്ത്രൻ. ഈ വചനം നമ്മൾ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞിട്ട് കൈ നെഞ്ചത്ത് വെക്കുമ്പോൾ മനസ്സാക്ഷി നമ്മളോട് ചോദിക്കും: എടാ, വാസ്തവത്തിൽ നീ ക്രിസ്തു സ്വതന്ത്രനാക്കിയ അളവിലുള്ള പൂർണ്ണ സ്വതന്ത്രനാണോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എവിടെയൊക്കെയാണ് ഒരു ആത്മീയനെ സാത്താൻ കുടുക്കിയിടാൻ ഉള്ള സാധ്യതയുള്ളത് എന്ന് നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആദ്യം നിങ്ങളൊന്ന് എടുക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ 6-7 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. എവിടുന്നാണ്? കുരുട്ട് കണ്ണുകളെ തുറക്കാൻ, ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കാൻ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്.
യേശുവിലൂടെയാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ലഭ്യമായത്. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, യേശു വന്നതിൽ തെറ്റില്ല, കർത്താവ് ചെയ്തതിൽ പാകപ്പിഴയില്ല, അപൂർണതകളില്ല. എന്നാൽ ഏറിയ പങ്ക് ജനവും 100 പേരെ എടുത്താൽ 95% ആൾക്കാരും ഇന്നും യേശു നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് അർഹതയോടെ എടുക്കാൻ കഴിയുന്ന ആ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ അളവിൽ വന്നിട്ടില്ല. വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം, നൽകിക്കഴിഞ്ഞ ഈ സ്വാതന്ത്ര്യം ഏതൊക്കെ മേഖലകളിലാണ് തടയപ്പെടുന്നത്? ഈ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന അളവിലേക്ക് ഒരു വ്യക്തിക്ക്, ഒരു ആത്മീയന്, ഒരു ദൈവ പൈതലിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്, ദൈവത്തെ അറിഞ്ഞില്ലയോ എന്നുള്ളതല്ല, ഒരു മനുഷ്യന് എവിടെയാണ് തടയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അവൻ്റെ അടിമത്തം പിശാചിൽ തന്നെയാണ്. സാത്താനിൽ തന്നെ അവൻ അടിമപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം 2 അധ്യായം അതിന്റെ 26 തിരുവചനം പറയുന്നത്, നമുക്കതിൻ്റെ 23 മുതൽ 26 വരെ വായിക്കാം. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ഠ ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അതൊഴിഞ്ഞിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. തിമോത്തിയോസ് എങ്ങനെ സഭയിൽ പഠിപ്പിക്കണമെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്, എഴുത്തെഴുതിയത്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഇതിനകത്ത് എടുക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ദാസനാണെങ്കിലും, ഇവിടെ കർത്താവിൻ്റെ ദാസൻ എങ്ങനെ ആയിരിക്കണമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. ഇതിവിടെ കർത്താവിൻ്റെ ദാസനാണെങ്കിലും, കർത്താവിൻ്റെ ദാസിയാണെങ്കിലും, സഭയുടെ സെക്രട്ടറി ആണെങ്കിലും, ഒരു ദൈവ പൈതലാണെങ്കിലും, അവിടുത്തെ വിശ്വാസിയാണെങ്കിലും, വേർഷിപ്പ് ലീഡർ ആണെങ്കിലും, കൊയറിൽ പാടുന്ന വ്യക്തികളാണെങ്കിലും, അവർ എല്ലാവരും ദൈവത്തിലായിരിക്കുമ്പോൾ അവർ എങ്ങനെ ആയിരിക്കണമെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പൗലോസ് ഈ സമർത്ഥനായി ഇവിടെ ഈ ലെറ്റർ എഴുതുമ്പോൾ പൗലോസ് അങ്ങനെ ആയിട്ടാണ് ആ ലെറ്റർ എഴുതുന്നത്. പൗലോസിന് ആരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്? തിമോത്തിയോസിന് പൗലോസ് പറഞ്ഞു കൊടുത്തു. പൗലോസിന് ആരാണ് പറഞ്ഞു കൊടുത്തത്? ഗമാലിയേലാണോ? അല്ല, പൗലോസിന് ദൈവമാണ് പറഞ്ഞു കൊടുത്തത്. കർത്താവിൻ്റെ ദാസനാകാൻ ഞാൻ എവിടെ പോയി, ഏത് സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിൽ പോയി പഠിച്ചിട്ടാണ് പൗലോസ് വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത്ര റെവലേഷനോടെ എഴുതി വെക്കുന്നത്? ഒരു സ്കൂളിലും പോയില്ല. ഈ വെളിപ്പാട് തനിക്ക് കിട്ടിയത് ദൈവത്തിങ്കൽ നിന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് വെളിപ്പാട് നൽകുന്ന ഒരു ദൈവം പൗലോസിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ജീവിച്ചിരുന്നത്, പൗലോസിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് പകർന്നു കൊടുത്തത്. ഇന്ന് നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചാൽ എന്ത് കാര്യം എങ്ങനെ ചെയ്യണം, എവിടെ സ്റ്റെപ്പ് വെക്കണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഒരു കേസ് ഡീൽ ചെയ്യണമെന്ന് ദൈവം നിങ്ങൾക്ക് റെവലേഷൻ തരും. പൗലോസിന് കൊടുത്ത റെവലേഷൻ തിമോത്തിയോസിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഞാൻ ആത്മാവിൽ താങ്കൾക്ക് കൈമാറുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നത് കൈമാറാൻ ഒരു തലമുറ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്നത് കൈമാറിക്കൊടുക്കാൻ ഒരു തലമുറ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ തലമുറകൾ തന്നെ ആയിരിക്കാം. നിങ്ങൾ എന്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചോ, നിങ്ങൾ എന്ത് ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയോ, നിങ്ങൾ എന്ത് ദൈവത്തോട് നിങ്ങൾ അരുളപ്പാടായി സ്വീകരിച്ചോ, അത് സ്വീകരിക്കാൻ തയ്യാറെടുത്തൊരു ജനറേഷൻ, അത് സ്വീകരിക്കാൻ തയ്യാറെടുത്തൊരു തലമുറ, അത് സ്വീകരിക്കാൻ സമർപ്പണമുള്ള ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ തലമുറകളായിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം. എന്തോ അവർ വലിയ കാര്യം നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ടു ജീസസ്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം എൻ്റെ മോൾ ഓടി എൻ്റെ അടുത്ത് വരും. വൈഫിൻ്റെ അടുത്ത് പോകുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഓടി എൻ്റെ അടുത്ത് വരും.
എന്നിട്ട് അവൾ പറയും, അപ്പ ഈ വിഷയം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അപ്പ ഈ വിഷയം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അത് എന്ത് വിഷയത്തിനും പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന ഒരാളാണ് അവളുടെ അപ്പ എന്നുള്ളത് അവൾക്ക് തോന്നിയിട്ടാ, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതല്ല. അപ്പൊ ഒരു തലമുറ നോക്കുന്നു, വളർന്നു വരുന്ന ഒരു തലമുറ നോക്കുന്നു, ക്രിസ്തുവിൽ നിൽക്കുന്ന നീ എങ്ങനെയാണ്, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന താങ്കൾ എങ്ങനെയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന താങ്കൾ എങ്ങനെയാണ്. ഒരു തലമുറ നോക്കുന്നു. ഒരു തലമുറ നിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ജീവനുള്ള ഒരു തലമുറ ദൃശ്യമണ്ഡലത്തിൽ നിന്ന് നിന്നിലേക്ക് നോക്കുമ്പോൾ, അദൃശ്യമണ്ഡലത്തിൽ നിന്ന് അതുപോലെ ജീവനുള്ള ദുഷ്ടതലമുറകൾ, സാത്താനീയ ദൂതന്മാർ നിന്നിലേക്ക് നോക്കുന്നു. നിന്റെ ജീവിതം എങ്ങനെയാണ്? ഞാൻ പറയുന്നത് രണ്ടും കൂടെ കണക്റ്റായി വരുന്നുണ്ടോ നിങ്ങൾക്ക്? ആത്മീയ മേഖലയിലെ അടിമത്തത്തെക്കുറിച്ചും ദൈവമക്കളിലെ അടിമത്തത്തെക്കുറിച്ചും ഞാൻ മെല്ലെ 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 പറഞ്ഞു വരികയാണ്. ഒരു തലമുറ, ജീവനുള്ള ഒരു തലമുറ ദൃശ്യമണ്ഡലത്തിൽ നിന്ന് എൻ്റെ ജീവിതം എങ്ങനെയെന്ന് നോക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അത് ഇന്ന വിഷയത്തിന് അപ്പായോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചാൽ വിടുതലാണ് എന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ, അദൃശ്യമണ്ഡലത്തിൽ നിന്ന്, കാണാൻ കഴിയാത്ത ലോകത്തിൽ നിന്ന് ഇതുപോലെ സാത്താനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും സാത്താന്റെ അനുയായികളായവരും ഇരുട്ടിന്റെ കർത്തൃത്വങ്ങളും വാഴ്ചകളും അധികാരങ്ങളും ദുഷ്ടാത്മസേനകളും അതേപോലെ താങ്കളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇവൻ പ്രാർത്ഥിച്ചാൽ വിടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ പ്രാർത്ഥനയെ തടയണം. അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവിതത്തെ വികൃതമാക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ വിശ്വാസത്തെ ചോർത്തണം. അങ്ങനെയാണെങ്കിൽ അവന്റെ പ്രോമിസുകൾ തടയണം. അങ്ങനെയാണെങ്കിൽ അവന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ നാം ചെറുക്കേണ്ടതാകുന്നു. ഒരു മോള് പറയുന്നു അപ്പ പ്രാർത്ഥിച്ച വിടുതല, മറ്റേ ആള് പറയുന്നു അവന്റെ പ്രാർത്ഥനയുടെ വിടുതലിനെ തടയണം. ഇവിടെയാണ് ഒരാത്മീയൻ അധികാരമുള്ളവനായി എഴുന്നേൽക്കേണ്ടത്. ആത്മീയ അടിമത്തത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരാത്മീയന്, ഒരു ദൈവ പൈതലിന് അധികാരമുള്ളവനായി തുടരുവാനോ നിലനിൽക്കുവാനോ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അടിമത്തത്തിലാണോ ഞാൻ എന്ന് പരിശോധിക്കേണ്ടതും അടിമത്തത്തിലല്ല ഞാൻ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ, അങ്ങനെയാണെങ്കിൽ വായ മുതൽ സൂക്ഷിക്കണം. ഒരു കർത്താവിൻ്റെ ദാസനാണെങ്കിൽ, ദാസിയാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ, സഭയിലെ ചുമതല ഉള്ള വ്യക്തിയാണെങ്കിൽ, അല്ലാത്ത വ്യക്തിയാണെങ്കിൽ വായ് മുതൽ സൂക്ഷിക്കണം. ശണ്ട ഇടരുത്. ഉപദേശിപ്പാൻ സമർത്ഥൻ. കാര്യം എന്താ? നീ ഉപദേശിക്കുമ്പോൾ തെറ്റും. നിന്റെ വായ് ശണ്ട സംസാരിച്ചിട്ട് നീ പോയി വചനം സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ അങ്ങോട്ട് പൊരുത്തപ്പെടത്തില്ല. നീ പ്രാർത്ഥിക്കുന്നതും വാഗൊണ്ടാണ്, ഉപദേശിക്കുന്നതും വാഗൊണ്ടാണ്, വേണ്ടാതീനം പറയുന്നതും വായുകൊണ്ടാണ്. എല്ലാം കൂടെ ഒരിടത്ത് അങ്ങനെ ഒഴുകത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരെ രക്ഷിക്കാനാണ് കർത്താവ് നമ്മളെപ്പോലുള്ളവരെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. നാം തന്നെ ആ കെണിക്കകത്തുനിന്ന് രക്ഷപ്പെട്ട് വന്നില്ല എങ്കിൽ കെണിക്കകത്ത് പെട്ട ആളിനെ എങ്ങനെ രക്ഷപ്പെടുത്തും? നമ്മൾ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് പുള്ളി ഇങ്ങോട്ട് പറയും, അച്ഛൻ്റെ ആ കാല് മറ്റേ അതിനകത്ത് കെണിക്കകത്ത് കുടുങ്ങി കിടക്കുവാണല്ലോ, അത് എടുത്തിട്ടൊന്ന് വന്നാൽ പോരെ എന്നെ രക്ഷിക്കാനെന്ന് ചോദിക്കും. ശരിയല്ലേ? പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ചവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ? ദൈവേഷ്ടം ചെയ്യുക. ദൈവേഷ്ടം എന്താന്ന് ചോദിച്ചാൽ, ദൈവം ക്രിസ്തു നിങ്ങൾക്ക് വരുത്തിയ സ്വാതന്ത്ര്യത്തിനകത്ത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. എവിടെയും പിന്നെയും അടിമത്തത്തിനകത്ത് പോയി നിങ്ങൾ കുടുങ്ങാനുള്ള ഒരു നിയമമോ പ്രമാണമോ ഒരു സാധ്യതയോ ഈ തിരുവെഴുത്തിനകത്ത് ഇല്ല. സാധ്യതയുള്ളത് കൊണ്ട് അതിനകത്ത് സൂക്ഷിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോരാട്ടം കൂടുതലാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിസന്ധി വർദ്ധിക്കുന്നു, പ്രാർത്ഥനകൾക്ക് വിടുതൽ കിട്ടുന്നില്ല, ഇത്യാദി പരാതികൾ നിരവധി നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് മേഖലയ്ക്കകത്താണ് സാത്താൻ കെണിവെച്ച് നിങ്ങളെ കുടുക്കിയത് എന്ന് അറിയാൻ പറ്റാത്തതാണ്. അതിലൊന്നാമത്തെ സാധ്യതയെക്കുറിച്ച് തിമോത്തിയോസ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. പിശാചിന്റെ അടിമത്തം,
സാത്താൻ ജീവിതത്തിൽ കൊണ്ടുവച്ച അടിമത്തം, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ വെച്ച അടിമത്തം, അത് ചിലപ്പോൾ വാക്കിനാലുള്ള അടിമത്തായിരിക്കാം, മറ്റു പല രീതിയിലുള്ള അടിമത്തം. അപ്പൊ സാത്താനാലുള്ള അടിമത്തത്തിൽ നിന്ന് ഒരു ദൈവ മനുഷ്യൻ പുറത്തു വന്നെങ്കിൽ മാത്രമേ അവന്റെ സാമർഥ്യം പുറത്തു വരത്തുള്ളൂ. കാരണം പൗലോസ് തിമോത്തിയോസിനോട് പറയും, നീ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം. ഉപദേശിക്കാൻ മാത്രം ഒരാൾ സമർത്ഥനായിരുന്നാൽ മതിയോ? എൻ്റെ ചോദ്യം ഇതാണ്. ഉപദേശിക്കാൻ മാത്രം ഒരു വ്യക്തി സമർത്ഥനായിരുന്നാൽ മതിയോ? പോരാ. ഉപദേശിച്ചതിന് ശേഷം അവനെ ശുശ്രൂഷിക്കണമെങ്കിലും ഒരു സാമർഥ്യം വേണം. നിങ്ങളുടെ കുഞ്ഞിനെ പഠിപ്പിക്കണമെങ്കിലും അവന്റെ തെറ്റുകളെ തിരുത്തണമെങ്കിലും നിങ്ങൾക്കൊരു സാമർഥ്യം വേണം. വീട്ടിൽ വരുന്ന ഒരു അതിഥിയെ ആതിഥ്യ മര്യാദയോടുകൂടെ സൽക്കരിക്കണമെങ്കിലും ഒരു സാമർഥ്യം വേണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഓർഗനൈസേഷനിൽ നിങ്ങളുടെ കഴിവുകളെ തെളിയിക്കണമെങ്കിലും നിങ്ങൾക്കൊരു സാമർഥ്യം വേണം. മോനെ, പിശാചിനാൽ പിടിക്കപ്പെടുമ്പോ തന്നെ ആദ്യം അവൻ ബൈൻഡ് ചെയ്യുന്നത് നിന്റെ സാമർഥ്യത്തെയാണ്. എത്രയോ പേർക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അവർക്ക് ആ അഭ്യസിച്ച വിദ്യയെ അവർക്ക് സാമർഥ്യത്തോടു കൂടെ പ്രൊഡക്റ്റീവാക്കി എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് തന്നെ അറിയത്തില്ല എന്താ കാര്യമെന്ന്. അവർക്ക് അറിയാവുന്ന കാര്യത്തെ അവർക്ക് ചിലടത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അവർക്ക് തന്നെ അറിയത്തില്ല കാര്യം എന്താന്ന്. സാമർഥ്യത്തെ ബന്ധിച്ചു കളഞ്ഞു. ടീച്ചിങ് പ്രൊഫഷനിലുള്ളവർക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കാലിബർ ഇതൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങൾക്ക് എന്താ ഇങ്ങനെ അല്ല. നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈൽ ഇങ്ങനെയല്ല, നിങ്ങളുടെ ടീച്ചിങ് മോഡ് ഇങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയൊക്കെയോ നിങ്ങളെ ആ വിദ്യാർത്ഥികളുടെ മുമ്പിൽ നാണം കെടാതെ നിങ്ങളെ തന്നെ നിങ്ങൾ അവതരിപ്പിക്കാൻ പാടുപെടുകയാണ്. നിന്റെ സാമർഥ്യത്തെ ബാധിച്ചൊരു സാധനമുണ്ട്. ശുശ്രൂഷകന്മാർ, നിങ്ങൾക്ക് ജനത്തിന്റെ മുമ്പിൽ യേശുവിനെ പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്യാനുള്ളൊരു കൃപയുണ്ട്. പക്ഷെ പല സമയത്ത് നമ്മുടെ പ്രാഗൽഭ്യത്തെയും സാമർഥ്യത്തെയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു തലം. അപ്പൊ എവിടെയൊക്കെയോ അടിമത്തത്തിന്റെ ഒരു ചങ്ങല ഇങ്ങനെ കടന്ന് ചുറ്റുക. എവിടെ പോയാലും ആ ചങ്ങല പുറകെ വരും. കാര്യം എന്താ? അതിന്റെ ഒരു ഹുക്ക് എന്റെ മേലിട്ടിട്ടുണ്ട്. ഇന്ന് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഷർട്ടിലായിരിക്കാം, നിന്റെ ബോഡിയിലായിരിക്കാം, നിന്റെ മൈൻഡിലായിരിക്കാം, സോളിലായിരിക്കാം, നിങ്ങളുടെ സ്പിരിറ്റിലായിരിക്കാം, നിങ്ങളുടെ ഓർഗൻസിലായിരിക്കാം, എവിടെയാണോ, നിങ്ങളുടെ പേരിലായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാം, സാത്താൻ ഇട്ടിരിക്കുന്ന ചെയിനിന്റെ ഹുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ പൊട്ടിച്ചു മാറ്റട്ടെ. ഓ മൈറ്റി ഗോഡ്, ഇൻ ജീസസ് നെയിം. ആ ഹുക്ക് പൊട്ടണം. കാരണം ഞാൻ എവിടെ പോയാലും ആ ചങ്ങലയുടെ ഒരു വാൽ ഇങ്ങനെ തൂങ്ങിക്കിടും. കാര്യം എന്താ? അതിൻ്റെ ഒരു എന്നിലായിരിക്കുന്നത്. ഇന്ന് മുതൽ അവൻ്റെ എല്ലാ അവകാശങ്ങളും കട്ടാവും. പിശാചിനാലുള്ള അടിമത്തം, അതിനകത്തുനിന്ന് ഒരു ദൈവ പൈതൽ പുറത്തു വന്നെങ്കിൽ മാത്രമേ അവന് രക്ഷയുള്ളൂ. രണ്ടാമത് സാത്താൻ നമ്മളെ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൽ പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ സ്വതന്ത്രരാകും. എന്നാൽ ഇല്ല എങ്കിലോ അത് പുത്രൻ സ്വാതന്ത്ര്യം വരുത്താത്തത് കൊണ്ടല്ല, പുത്രൻ വരുത്തിയ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാത്തത് കൊണ്ടാണ്. 34-ാമത്തെ വാക്യത്തിലേക്ക് കയറി വായിക്കുമ്പോൾ അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പുത്രൻ സ്വാതന്ത്ര്യം വരുത്താത്തത് കൊണ്ടല്ല പാപത്തിന്റെ ദാസനായത്. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തി തന്നാലും പിന്നെയും പാപത്തിലേക്ക് ഒരു വ്യക്തി ചെന്ന് കഴിഞ്ഞാൽ, ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ ഒന്നുമില്ല, പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയവനല്ല, അവൻ പാപത്തിന്റെ ദാസൻ എന്ന അടിമത്തത്തിലേക്ക് അവൻ വീണു പോവുകയാണ്. അവിടെ യേശുവിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മാവാണ് സേവ് ചെയ്യപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത്, ആ സാൽവേഷന്റെ സന്തോഷം അനുഭവിക്കുന്നത്. നമ്മുടെ പ്രാണനും നമ്മുടെ ശരീരവും
ഈ രണ്ട് പാർട്ടും ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അത് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്പിരിറ്റിന്റെ ആഗ്രഹം, രക്ഷിക്കപ്പെട്ട സ്പിരിറ്റിന്റെ ആഗ്രഹം യേശു തന്ന സ്വാതന്ത്ര്യത്തെ എപ്പോഴും എൻജോയ് ചെയ്യാനാണ്. എന്നാൽ സോളിന്റെ ആഗ്രഹം, പ്രാണന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചിന്തയ്ക്കും ഇച്ഛയ്ക്കും അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ദാസ്യത്വം എവിടാണെന്ന് ചോദിച്ചാൽ, അടിമത്തം എവിടാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ്. ആത്മാവിന്റെ പ്രശ്നമല്ല, പ്രാണന്റെയും ശരീരത്തിന്റെയും പ്രശ്നമാണ്. ഈ സ്പിരിറ്റിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മീയ ശക്തിയുണ്ട്, നമ്മൾ ഒരു ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു ആനന്ദമുണ്ട്, ഒരു ഭയങ്കര പ്രത്യാശയുണ്ട്, ഒരു അഭിഷേകമുണ്ട്, ഒരു ഭയങ്കരമാകുന്ന ഒരു എനർജിയുണ്ട്. ഈ എനർജി സ്പിരിറ്റിൽ നിന്ന് സോളിലേക്കും സോളിൽ നിന്ന് ബോഡിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ചാനൽ എന്നും നമ്മൾ വൃത്തിയാക്കിയിടണം. എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഓടയുണ്ട്. എന്തിനാ? മഴവെള്ളമൊക്കെ വരുന്ന സമയത്ത് ആ ഓടയിലൂടെ ഒലിച്ചു പോകണം. ഓട ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ആ പട്ടണവാസികൾ ഒന്ന് അതിലേക്കൊക്കെ ഒന്ന് നോക്കണം. കാര്യം എന്നാ, ഈ ഓട ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് പലരും പലതും കൊണ്ടിടാൻ സാധ്യതയുണ്ട്. ചപ്പും ചവറും ഒക്കെ പോകുന്ന വഴിക്ക് കൊണ്ടിടാൻ സാധ്യതയുണ്ട്. മണ്ണ് വന്ന് അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. കല്ലും മണ്ണും വന്ന് ബ്ലോക്കായി നിൽക്കാൻ സാധ്യതയുണ്ട്. മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു കൂമ്പാരം കൂടി നിന്നിട്ട് ആ ഓടയ്ക്കകത്ത് ഒഴുക്കിനെ നിലപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തോ പറ്റും, നല്ല സമയത്ത് കണ്ണി കാണുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്നുകിൽ വാരിയെടുത്ത് കരയിലേക്ക് ഇടുക, അല്ലെങ്കിൽ അതിനെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്ക് കുത്തിവിടുക. ചുരുക്കി പറഞ്ഞ ചാല് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ആ ചാനൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. സ്പിരിറ്റിൽ നിന്ന് സോളിലേക്ക് നമ്മൾ പ്രാപിച്ച വചനമാണെങ്കിലും വിശ്വാസമാണെങ്കിലും അഭിഷേകമാണെങ്കിലും ഒക്കെ റിലീസ് ചെയ്യാൻ സ്പിരിറ്റ് തയ്യാറാണ്. പക്ഷെ സോള് പലപ്പോഴും അതിന് തയ്യാറല്ലാണ്ട് നിൽക്കും. സോളും സ്പിരിറ്റും ഒരുപോലെ ആയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ പുത്രൻ നൽകിയ സ്വാതന്ത്ര്യത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പാപത്തെ ജയിക്കണമെങ്കിലും, നിങ്ങൾക്ക് ശാപത്തെ പൊട്ടിക്കണമെങ്കിലും, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി വരണമെങ്കിലും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണമെങ്കിലും, നിങ്ങളുടെ അലസത മാറണമെങ്കിലും, മടി മാറണമെങ്കിലും, നിങ്ങളുടെ പിശുക്ക് മാറണമെങ്കിലും, നിങ്ങളുടെ നിരാശ മാറണമെങ്കിലും, നിങ്ങളുടെ അത്യാഗ്രഹം മാറണമെങ്കിലും, നിങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കണമെങ്കിലും, നിങ്ങളുടെ സോളും സ്പിരിറ്റും ഒരുപോലെ വർക്ക് ചെയ്യണം. പ്രാണനിലെ ചിന്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മളെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുകയും അതിനെക്കുറിച്ച് പറഞ്ഞു തരികയും നമ്മൾ മറക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ ഈ സോളിനുണ്ട്. സോള് സൗഖ്യമാകണം, നമ്മുടെ പ്രാണൻ സൗഖ്യമാകണം. അടിമത്തത്തിനകത്ത് നമ്മൾ വീണു പോകാനുള്ള കാരണം തന്നെ നമ്മുടെ ബ്രോക്കൺ സോളിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. ഡാമേജ്ഡ് ആയിട്ടുള്ള സോളിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സോളിനെ റിപ്പയർ ചെയ്തെടുക്കാൻ തീർച്ചയായിട്ട് കഴിയും. നമ്മുടെ പ്രാണനിലാണ് ശരിക്കും നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സോളാണ്, പ്രാണനാണ്. ഹല്ലേലൂയ. ആ മനസ്സിന്റെ തലങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിന്റെ തലങ്ങൾ ശുദ്ധമായി കഴിഞ്ഞാൽ, സൗഖ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിയും. ആരോഗ്യകരമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ കഴിയും. ആരോഗ്യകരമായ നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകാൻ കഴിയും, ഫ്രൂട്ട്ഫുൾ ആകാനായിട്ട് കഴിയും. നിങ്ങൾക്കൊരു നല്ല അധ്യാപികയാകാൻ കഴിയും, നല്ലൊരു മദറാകാൻ കഴിയും, ഫാദറാകാൻ കഴിയും, നല്ലൊരു പ്രീച്ചറാകാൻ കഴിയും, മിനിസ്റ്ററാകാൻ കഴിയും, പാസ്റ്ററാകാൻ കഴിയും, നല്ലൊരു ഇവാഞ്ചലിസ്റ്റ് ആകാനായിട്ട് കഴിയും, നല്ലൊരു മകളാകാൻ കഴിയും, മകനാകാൻ കഴിയും, എല്ലാം ആകാൻ കഴിയും. ആ ബ്രോക്കൺ സോളിൽ നിന്ന് ഒരു ഹെൽത്തി സോൾ എന്നൊരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് താങ്കളെ കൊണ്ടുവരുവാനായിട്ട് ശക്തനാണ്. അപ്പോൾ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നമ്മുടെ സ്പിരിറ്റിന് പാപം ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഒരു ഇച്ഛയുണ്ട്. എപ്പോഴും ശരീരത്തിന് പാപം ചെയ്യാനുള്ളൊരു ഇച്ഛയുണ്ട്. ഉണ്ടെങ്കിൽ എനിക്കതിനെ എൻ്റെ സോള് കൊണ്ടും എൻ്റെ സ്പിരിറ്റ് കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാനൊരു അടിമത്തത്തിനകത്താണ്. അതാണ് രണ്ടാമത്തെ അടിമത്തം, പാപത്തിൻ്റെ അടിമത്തം. പാപത്തിൻ്റെ അടിമത്തം. ഒരു ദൈവ പൈതൽ
ഞാൻ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന കേസുകളിൽ ഒന്നാണ് പല ദൈവമക്കളും പാപത്തിനകത്ത് കുടുങ്ങിപ്പോകുന്നു. അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അവർക്ക് ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, പൂർണ്ണമായ ആഗ്രഹമുണ്ട്. അവർക്ക് പക്ഷേ പറ്റുന്നില്ല. പാസ്റ്റർ, എനിക്ക് ഇവരെ കൂടെ പറ്റുന്നില്ല, ഒരവസ്ഥയാണ് അവർക്ക്. അപ്പൊ പറ്റാത്ത സാധനമാണ് ആ സാധനം ഹുക്കിട്ടിരിക്കുകയാണ്. ആ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട് അവൻ്റെ മേൽ. ആ സ്ട്രോങ് ഹോൾഡിനെ ഒരു ദൈവ പൈതൽ ബ്രേക്ക് ചെയ്യാൻ തക്കവണ്ണം അവൻ്റെ സ്പിരിറ്റ് റിലത്തിൽ അവൻ ഉയരണം. എങ്ങനെയാണ് അവൻ്റെ സ്പിരിറ്റ് റിലത്തിൽ ഉയരുന്നത്? അവൻ്റെ പ്രാർത്ഥനയ്ക്കകത്തുകൂടെ അവൻ ആ വേരിനെ വെട്ടണം. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ പരാജയപ്പെടുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. നിങ്ങൾ മിനിസ്ട്രിയിൽ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ പരാജയപ്പെടുമ്പോഴാണ് മിനിസ്ട്രിയിൽ പരാജയപ്പെടുന്നത്. നിങ്ങൾ ഫാമിലിയിൽ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രെയർ ലൈഫിൽ പരാജയപ്പെടുമ്പോഴാണ് നിങ്ങൾ ഫാമിലി ലൈഫിൽ പരാജയപ്പെടുന്നത്. അല്ലാതെ ഞാൻ ഫാമിലിയിൽ പരാജയപ്പെട്ടു പ്രാർത്ഥിച്ചിട്ടും ഫാമിലിയിൽ പരാജയപ്പെട്ടു പോയി എന്നല്ല, മിനിസ്ട്രിയിൽ പരാജയപ്പെട്ടു പോയി എന്നല്ല, ഞാൻ പ്രെയറിലേ പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോയത്. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമൊന്നും ശിഷ്യന്മാർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് സ്പെഷ്യൽ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര ദൈവമക്കൾ കയറുന്നു, എത്രയോ ദൈവമക്കൾ കയറുന്നില്ല. എത്ര ദൈവമക്കൾ അതിനെ യൂസ് ചെയ്യുന്നു, എത്രയോ ദൈവമക്കൾ യൂസ് ചെയ്യുന്നില്ല. അവരും ദൈവമക്കളാണ്, കയറുന്നവരും ദൈവമക്കളാണ്. അവരും സാഹചര്യങ്ങൾ പറയുന്നു, കയറിയവർക്കും സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവർ അതിനകത്ത് പരാജയപ്പെട്ടു പോകുകയാണ് എങ്കിൽ, ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രെയർ, ഈ ഒരു അവസരം അവർ യൂസ് ചെയ്യാതെ മറ്റൊരവസരം അവർ യൂസ് ചെയ്യുന്നുവെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവരുടെ പ്രെയർ ലൈഫിലേ അവർ പരാജയപ്പെട്ട് അവർ വീക്കാണെങ്കിൽ, അവരുടെ ഗ്രാഫ് താഴേക്കാണ് പോകുന്നതെങ്കിൽ, ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ കഴിയും അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ഒന്നൊന്നായി തുടങ്ങിക്കഴിഞ്ഞു. എപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം വർദ്ധിക്കുന്നു, ചൂട് വർദ്ധിക്കുന്നു, താല്പര്യം വർദ്ധിക്കുന്നു, നിങ്ങളുടെ പല മേഖലകൾക്കകത്തും ആ സക്സസ് റിവീൽ ആയിക്കൊണ്ടിരിക്കും. പാപം ചെയ്യാൻ തോന്നുന്നത് സമയമുള്ളതുകൊണ്ടാണ് മോളെ, സമയമുള്ളതുകൊണ്ടാണ് മോനെ. പാപം ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിലോ, കുറ്റം പറയാൻ തോന്നുന്നത് സമയം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ സമയം ഇല്ലെങ്കിലോ, ഏഷണി കൂട്ടിക്കൊടുക്കാൻ തോന്നുന്നത് സമയം ഉള്ളതുകൊണ്ടാണ്. സമയം ഇല്ലെങ്കിലോ, ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ വിളിക്കത്തില്ല, പക്ഷെ ഒരാളുടെ കുറ്റം മറ്റൊരു വ്യക്തിയോട് പറയാൻ സമയമെടുക്കും. ചോദിക്കുമ്പോൾ പറയും സമയമില്ലായിരുന്നു. യേശുവിന് 24 മണിക്കൂർ, നമുക്ക് 24 മണിക്കൂർ. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. യേശു 24 മണിക്കൂറിൽ ഒത്തിരി സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു. നമ്മൾ 24 മണിക്കൂറും പല സമയങ്ങളിലും അങ്ങനെ അത് തന്നെ വിശ്രമാവസ്ഥയിലിരിക്കുന്നുകൊണ്ടാണ്. പ്രൈസ് ടു ജീസസ്. തെറ്റുകൾ ഉണ്ടാകുന്നത് തെറ്റുകൾ ചെയ്യാനുള്ള താല്പര്യമുള്ളത് കൊണ്ടോ അതിനുള്ള സമയമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ശരി ചെയ്യാനുള്ള സമയത്തെ തെറ്റ് ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുന്ന ഒരു ഫോഴ്സ് എന്നിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ഫോഴ്സ് ഏതാന്നുള്ളത് ഒരു ആത്മീയൻ കണ്ടുപിടിച്ചിരിക്കണം, ഒരു ദൈവ പൈതൽ കണ്ടുപിടിച്ചിരിക്കണം. ഞാൻ ചർച്ചിൽ പോകുന്നത് കൊണ്ട് പാപം ചെയ്യത്തില്ലെന്നില്ല. ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ടോ പാസ്റ്ററുടെ മകനായതുകൊണ്ടോ പാപം ചെയ്യത്തില്ല എന്നില്ല. ഞാൻ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഞാനും എൻ്റെ ദൈവവുമായി അതുപോലെ ഒരു ഉടമ്പടി വേണം. ഞാൻ ദൈവവുമായിട്ട് കമ്മിറ്റഡ് ആണെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി കമ്മിറ്റ് ചെയ്യാൻ പോകത്തില്ല. ഞാൻ സ്പിരിച്വൽ ലൈഫിൽ കമ്മിറ്റഡ് ആണെങ്കിൽ ഞാൻ മറ്റ് ലോകമോഹങ്ങൾക്കകത്ത് കമ്മിറ്റ് ചെയ്യാൻ പോകത്തില്ല. അവസരങ്ങൾ വരും, കമ്മിറ്റ് ചെയ്യാൻ പോകത്തില്ല, ഇടപെടാൻ പോകത്തില്ല, സംസാരിക്കാൻ പോകത്തില്ല. കാരണം എന്താ? പുത്രനാണ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയത്, അയാളല്ല. എന്നെ നിർത്തിയിരിക്കുന്നത് ആരാ? എനിക്ക് സുഖിപ്പിച്ച് നിർത്തണമെന്ന് തോന്നുന്ന ആ വ്യക്തിയല്ല, എന്നെ നിർത്തിയിരിക്കുന്നത് പുത്രനാണ്. അപ്പൊ പിന്നെ എനിക്ക് പുത്രനോടല്ലേ കൂടുതൽ വിധേയത്വം വേണ്ടത്? എനിക്ക് ദൈവത്തോടല്ലേ കൂടുതൽ സ്നേഹം വേണ്ടത്?
എനിക്ക് ഈ പുള്ളി പിണങ്ങണ്ട, എന്നാൽ പുള്ളി ഇനിയിപ്പോൾ പിണങ്ങിയാൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ പുള്ളിയെ തടവണമെന്നുണ്ടോ എനിക്ക്? പുള്ളിക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂടെ കൂടിക്കോട്ടെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് അങ്ങ് വിട്ടുപോക്കോട്ടെ. അതല്ലേ നല്ലത്? എനിക്കെൻ്റെ നിത്യത നഷ്ടപ്പെടുന്നതിനേക്കാളും ആ പുള്ളിയെ സുഖിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എനിക്കെൻ്റെ നിത്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതല്ലേ? എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്നതല്ലേ? അതിന് യേശു ആമേൻ ആമേൻ 2 വട്ടം ആമേൻ യേശു യൂസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉറപ്പ് ഭയങ്കര കൂടുതലാണ്. നീ പാപത്തിന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വിഡ്രോ ചെയ്യണം. നിന്നെ സേവ് ചെയ്യാൻ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ റൂമിലുണ്ട്. നിന്റെ റൂം നിന്നെ വശീകരിക്കുന്നുവെങ്കിൽ ആ റൂമിൻ്റെ മേലൊരു ദൈവിക സാന്നിധ്യം ഇന്ന് പരിശുദ്ധാത്മാവ് പകർന്ന് ക്ലീൻ ചെയ്യും. നിന്റെ ഫോൺ നിന്നെ ചതിക്കുന്നുണ്ടെങ്കിൽ ആ ഫോണിനെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ ദൈവം സേവ് ചെയ്യും. ബന്ധങ്ങൾ നീ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് സേവ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ദൈവം സേവ് ചെയ്യും. അൺവാണ്ടഡ് കോണ്ടാക്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കളയുക. കാരണം പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ സ്വതന്ത്രം. പിന്നെ ആരാടാ എന്നെ കുടുക്കാൻ വരുന്നത്? കുടുക്കാൻ വരുന്നത് ഇങ്ങനെയുള്ള വേഷം ധരിച്ച ആൾക്കാരാണ്. ഇങ്ങനെയുള്ള വേഷം ധരിച്ച ആൾക്കാരാണ്. മക്കളെ, ഇത് അന്ത്യകാലഘട്ടമാണ്. അന്ത്യകാലഘട്ടമാണ്. ഏതു വിധേന നിങ്ങളെ തെറ്റിക്കാമെന്നും നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്താമെന്നും നിങ്ങളും ദൈവവും തമ്മിലുള്ള ആ ബന്ധം നഷ്ടപ്പെടുത്താമെന്നും നശിപ്പിച്ച് കളയാമെന്നും എന്ത് വേണ്ടാതീനം വായ്ക്കകത്ത് കൊണ്ട് കുത്തിത്തിരികി നിങ്ങളെ കൊണ്ട് നാക്കിട്ട് വളച്ച് സംസാരിപ്പിച്ച് നിങ്ങളുടെ വിശുദ്ധിയും നിങ്ങളുടെ വേർപാടും നിങ്ങളുടെ സന്തോഷവും പരിശുദ്ധാത്മ അഭിഷേകവും കളഞ്ഞ് നിങ്ങളെ ഒന്നിനും കൊള്ളാത്ത വെറും ഒരു ഡെഡ് ബോഡി പോലെ ആക്കി നിർത്താമെന്നും സാത്താൻ നോക്കി ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മളാ എന്തെങ്കിലും ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലുമേ കാലുമിട്ട്, പുള്ളി വെറുതെ ഫോണിൽ സെർച്ച് ചെയ്യത്തില്ല, നിന്നെ എങ്ങനെ കൊടുക്കണമെന്ന് ഊടാടി സഞ്ചരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും ആദ്യം ഫോണിൽ സെർച്ച് ചെയ്യണം, പുള്ളി ഇറങ്ങി അന്വേഷിക്കും. അതാണ് അയാളുടെ ഒരു മെച്ചം. പ്രൈസ് ടു ജീസസ്. ആത്മീയ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ്. ആത്മീയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ദൈവം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ആത്മീയ സ്വാതന്ത്ര്യം ദൈവം തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യത്തിലൂടെ പ്രാപിക്കാൻ കഴിയും. ആത്മീയ സ്വാതന്ത്ര്യം കർത്താവ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങളിന്മേലുള്ള ബന്ധനം അഴിച്ച് സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യത്തിലൂടെ പ്രാപിക്കാൻ കഴിയും. ഓ ഹല്ലേലൂയ. അപ്പൊ 2 കാര്യങ്ങൾ അടിമത്തത്തെ കുറിച്ച് പറഞ്ഞു. ഒന്ന് പിശാചിനുള്ള അടിമത്തം, പിശാചിന്റെ മേലുള്ള അടിമത്തം, പിശാചിൻ ഉള്ള അടിമത്തം. 2 പാപത്തിലുള്ള അടിമത്തം. 3-ാമത്തെ കാര്യം പറഞ്ഞിട്ട് മരണത്തിന്മേലുള്ള ഒരു അടിമത്തം, മരണഭീതിയുടെ അടിമത്തം. നിങ്ങളൊന്ന് വന്നേ, റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. റോമർക്ക് എഴുതിയ ലേഖനം റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഇതാരാ പറഞ്ഞേ? പൗലോസ്ലീഹയാ പറഞ്ഞേ. ഒരു വ്യക്തിയെ 2 പ്രമാണങ്ങൾ സ്വാധീനിക്കും, ജഡത്തിന്റെ പ്രമാണവും ആത്മാവിന്റെ പ്രമാണവും. ബുദ്ധി കൊണ്ടുള്ള ജീവിതവും ആത്മാവ് കൊണ്ടുള്ള ജീവിതവും. എല്ലായിടത്തും ബുദ്ധി കൊണ്ടുള്ള ജീവിതം പറ്റത്തില്ല, ബുദ്ധിയില്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. എല്ലാ സ്ഥലത്തും ആത്മാവ് കൊണ്ടുള്ള ജീവിതം സാധ്യമല്ല, കാരണം നമ്മൾ ജീവിക്കുന്ന വേൾഡ് അങ്ങനെയാണ്. എന്നാൽ നമ്മൾ കർത്താവിന്റെ രാജ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബുദ്ധിക്ക് സ്വാധീനമില്ല, പ്രാധാന്യമില്ല. അവിടെ ആത്മാവിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അവിടെ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ആത്മാവിലേ പറ്റത്തുള്ളൂ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇത് ജഡത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രമാണത്തിന്റെ ഒരു ചോദ്യമാണ്. എന്നാൽ ഈ ശരീരത്തിൽ നിന്നും, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴും നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളൊരു അരിഷ്ടത അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ രോഗം നിമിത്തമായിരിക്കാം അത് അനുഭവിക്കുന്നത്, ശാപങ്ങൾ നിമിത്തമായിരിക്കാം അത് അനുഭവിക്കുന്നത്. പ്രൈസ് ടു ജീസസ്.
അതിനെക്കുറിച്ച് പഠിക്കാൻ ഒത്തിരിയുണ്ട്. ശാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒത്തിരിയുണ്ട്. ശാപങ്ങൾ നിമിത്തമായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. പൂർവ്വ പിതാക്കന്മാരിൽ നിന്നുള്ള ബന്ധനങ്ങളായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. ജനറേഷണൽ കേഴ്സസ് ആയിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. ഇതിന്റെ അകത്തു നിന്നെല്ലാം നിങ്ങളെ വിടിവിക്കാൻ ആർക്ക് കഴിയും? ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന കർത്താവിന് കഴിയും. ഇത് തമാശയല്ല. ഞാൻ ഈ സത്യം എൻ്റെ ആദ്യകാലങ്ങളിലൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പിന്നെ ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൂർണ്ണ വിടുതൽ വരേണ്ടതല്ലേ? ആകുന്നു. ശുശ്രൂഷകൾ ബാക്കി കർത്താവ് ജനത്തെ ഏൽപ്പിച്ച് ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു നമുക്ക് അതിനുള്ള അധികാരം തന്നിട്ട് ബാക്കി ശുശ്രൂഷ നമുക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. വചനത്തിലൂടെ വചനം തന്നേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകളുണ്ട്, അങ്ങനെയുള്ള മിനിസ്ട്രി ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ മുന്നോട്ട് വിടാതെ, ഒരു തരത്തിലും നമ്മെ ഒന്ന് ജയിക്കാൻ അനുവദിക്കാതെ, ഒന്ന് ജീവിക്കാൻ അനുവദിക്കാതെ, ഒന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, ഫലമുള്ളൊരു വ്യക്തിയാകാൻ അനുവദിക്കാതെ നമ്മെ പിന്തുടരുന്ന ചില ബാധകളുണ്ട്. അതിനെ കട്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ മരണഭീതി, ആ മരണഭീതിക്കകത്ത് ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 23-ാമത്തെ വാക്യം നോക്കിക്കേ. 21 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ച റോമർക്ക് എഴുതിയ ലേഖനം 7:21 മുതൽ താഴേക്ക്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. തിന്മ എൻ്റെ പക്കലുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളിത് മനസ്സിലാക്കണം. നന്മ ചെയ്യാൻ കഴിവുള്ള ഒരാത്മാവും തിന്മ പ്രവർത്തിക്കാൻ വെമ്പുന്ന ഒരു ശരീരവും കൂടെയാണ് കർത്താവ് നമ്മളെ ഇപ്പം നിർത്തിയേക്കുന്നത്. ക്ഷമിക്കാനുള്ള ഒരു മനസ്സും ക്ഷമിക്കാനുള്ള ഒരാത്മാവും ക്ഷമിക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന ഒരു മനസ്സും അതിനകത്താണ് ദൈവം നമ്മളെ നിർത്തിയേക്കുന്നത്. ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരാത്മാവും ഇവനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് എന്ത് ഗുണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സോടും കൂടെ ദൈവം നമ്മളെ നിർത്തിയേക്കുന്നത്. ദൈവം എന്നിട്ട് എന്തുവാ നോക്കുന്നത്? എപ്പോഴും സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കണമെന്നാണ്? അല്ല. നീ എത്രത്തോളം ഈ ആത്മാവ് കൊണ്ട് ഈ ചിന്തയെ നീ ജയിക്കും, എത്രത്തോളം ഞാൻ നിനക്ക് തന്ന വചനം കൊണ്ട് നീ ഈ ഇമോഷൻസിനെ നീ ജയിക്കും. യേശു കർത്താവിന് ഇട്ടുകൊടുത്തു. യേശു കർത്താവിന് ടെംപ്റ്റ് ചെയ്യുന്ന സാഹചര്യം പിതാവ് അനുവദിച്ചു, പരിശുദ്ധാത്മാവ് നടത്തി. എന്നിട്ട് സ്വർഗം നോക്കി, എൻ്റെ പുത്രൻ എങ്ങനെ ഈ കേസ് ഹാൻഡിൽ ചെയ്യും. പുത്രൻ ഹാൻഡിൽ ചെയ്തത് അന്യഭാഷ പറഞ്ഞല്ല, പുത്രൻ ഹാൻഡിൽ ചെയ്തത് വചനം കൊണ്ടും ആത്മാവ് കൊണ്ടുമായിരുന്നു. രണ്ട് കാര്യം യൂസ് ചെയ്തു. 40 ദിവസത്തെ ഫാസ്റ്റിങ്ങിനകത്ത് ഡെയിലി അറ്റാക്ക് ആയിരുന്നു യേശുവിന്. ഡെയിലി അങ്ങനെ ഡെയിലി അറ്റാക്ക് ആകുന്നവരുണ്ട് ഇതിനകത്തുണ്ട്. ആ ഡെയിലി അറ്റാക്കിനകത്ത് കർത്താവ് എന്തുവാ ചെയ്തേ? ആദ്യത്തെ ദിവസം അന്യഭാഷ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസം ഭൂതം വന്ന സമയത്ത് വീണ്ടും കർത്താവ് ഒന്നും കൂടെ ശാസിച്ച് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ദിവസം വീണ്ടും പിശാച് വന്ന സന്ദർഭത്തിൽ പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് സടകുടഞ്ഞ് പ്രാർത്ഥിച്ചു. 4-ാമത്തെ ദിവസം വന്നപ്പോൾ പിന്നെ സ്വർഗത്തിലേക്ക് ഒന്ന് തുറച്ചു നോക്കാൻ തുടങ്ങി. 5-ാമത്തെ ദിവസം വന്നപ്പോൾ ദൈവത്തിന് നേരെ പിറുപിറുക്കാൻ തുടങ്ങി. 6-ാമത്തെ ദിവസം വന്നപ്പോൾ ഈ പൊല്ലാപ്പായല്ലോ ഈ സംഭവത്തിലേക്ക് വന്നത് എന്ന്, ഈ ലോകത്തേക്ക് വന്നത് പൊല്ലാപ്പായല്ലോ എന്ന് കർത്താവ് പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണോ? അല്ല. എത്ര പ്രാവശ്യം ആ സൈറ്റാനിക് അറ്റാക്ക് യേശുവിന്റെ ജീവിതത്തിന് നേരെ വന്നോ അത്രയും പ്രാവശ്യവും വേർഡ് കൊണ്ടും വെട്ടി, ആത്മാവ് കൊണ്ടും വെട്ടി. ലോഗോ സ്വർഗം അത് നോക്കി. അത് പുത്രന്റെ ഒരു ടെസ്റ്റായിരുന്നു. എന്നെയും ടെസ്റ്റ് ചെയ്യും. അടുത്തൊരു റിലത്തിലേക്ക് കർത്താവിനെ കൊണ്ടുപോയി എന്നെയും ടെസ്റ്റ് ചെയ്യും, താങ്കളെയും ടെസ്റ്റ് ചെയ്യും. അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ താങ്കളെയും ടെസ്റ്റ് ചെയ്യും. നമ്മൾ എങ്ങനെ ആ സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ ആ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യുന്നു, ഇവിടെയാണ് നിങ്ങളുടെ വിജയവും അഭിഷേകവും ഇരിക്കുന്നത്. 2 പ്രമാണം ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. പൗലോസ് കടന്നുപോയ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാണ്.
പിന്നെ ഈ പൗലോസ്യൻ അവിടെ എഴുതി വെച്ചു, ഞാൻ എൻ്റെ അവയവങ്ങളെ ക്രിസ്തു യേശുവിൽ മരിപ്പിച്ചു. മോനെ, നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കാൻ അവയവങ്ങൾ തുനിയുന്നു എന്നുണ്ടെങ്കിൽ കർത്താവിൽ അവയവങ്ങളെ മരിപ്പിക്കുക. തുറന്ന് പ്രസംഗിച്ചേ പറ്റൂ ഇതൊക്കെ. എന്നാൽ പോലും എനിക്കൊരു പരിമിതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ തുറന്ന് സംസാരിക്കണം. ഇത് തുറക്കാൻ നാണക്കേട് വരുന്നിടത്താണ് സാത്താന്റെ വിജയം. എങ്കിലും ഞാൻ പറയട്ടെ, എനിക്ക് ഒന്ന് മറച്ചു വെച്ചേ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഈ കാര്യങ്ങളെ എനിക്ക് പൂർണ്ണമാകുന്ന ഒരു അളവിൽ എനിക്ക് തുറന്ന് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയാത്ത ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. പൊതുജനമാണല്ലോ. എന്നാൽ ഞാനിത് എൻ്റെ ഒരു സഭയ്ക്കകത്താണ്, എൻ്റെ ചർച്ചിനകത്താണെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കും. കാരണം അങ്ങനെ തന്നെ പറഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട ജനം ചർച്ചിനകത്ത് വരും. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും എൻ്റെ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയും ഒരവയവം മാത്രം എൻ്റെ ദൈവത്തിന്റെ പ്രമാണത്തിന് നേരെ പോരാടുകയും ചെയ്യുമ്പോൾ ബാക്കി അവയവങ്ങളെല്ലാം ദൈവത്തോട് സഹകരിച്ചത് വെറുതെ ആയില്ലേ? ശരിയല്ലേ? ആ ഒരവയവത്തിന്മേലല്ലേ സാത്താൻ നിന്റെ ജീവിതത്തെ അടിമത്തത്തിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്? ആ ഒരൊറ്റ കാര്യത്തിലല്ലേ സാത്താൻ നിന്റെ ജീവിതത്തെ അടിമത്തത്തിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നത്? അവിടുന്നല്ലേ സ്വാതന്ത്ര്യം വരേണ്ടത്? ഞാൻ അവിടെ അങ്ങ് നിർത്തുക. അത് ദ ലാസ്റ്റ് വൺ, അതുകൂടെ വായിച്ചിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കുക. ഞാൻ ആശീർവാദം പറയാൻ പോവുക. 2 പത്രോസിന്റെ ലേഖനം എന്നെടുത്ത്, പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഈ ചെറിയ അവയവം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ നാവായിരിക്കാം, നിങ്ങളുടെ വായായിരിക്കാം, നിങ്ങളുടെ കണ്ണായിരിക്കാം, കാതായിരിക്കാം, മറ്റേതെങ്കിലും ശരീരാവയവങ്ങളായിരിക്കാം. ഒരു ചെറിയ അവയവം കൊണ്ട് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞാൽ സാത്താന് സിമ്പിളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നിങ്ങളെ ഇങ്ങനെ കളിപ്പിക്കാൻ കഴിയും, കയ്യിലിട്ട് പാവ പോലെ കളിപ്പിക്കാൻ കഴിയും. പക്ഷെ ആ തേജസ് നഷ്ടപ്പെടണം. ഇന്ന് നഷ്ടപ്പെട്ടു പോയ തേജസ് പലരിലും മടങ്ങി വരാൻ പോവുകയാണ്. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ, ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ അധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. ജാത്യാ പിടിപെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. എൻ്റെ പൊന്നു സുഹൃത്തെ, കർത്താവ് വരുമ്പോ ഇവ ഏത് സഭക്കാരനാന്ന് നോക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവൻ എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട് എന്ന് നോക്കുന്നത് ഞാൻ കരുതുന്നില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ എൻ്റെ ശരീരത്തിലോ എൻ്റെ ആകൃതിയിലോ എൻ്റെ വസ്ത്രത്തിലോ എന്തെങ്കിലും മാറ്റം വരുത്തി എന്ന് പറഞ്ഞ് ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവ് കൺസേൺ ചെയ്യുന്നത് നീ നല്ല ഒരു മനുഷ്യനായി ജീവിച്ചുവോ, നീ അനേകർക്ക് മാതൃകയായിരുന്നുവോ, നീ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുവോ, നീ അനീതി ചെയ്യാതിരുന്നുവോ, നീ അക്രമത്തിന്റെ പങ്കാളിയാകാതിരുന്നുവോ, നീ അനീതിയുടെ കൂലി കൈപ്പറ്റാതിരുന്നുവോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. Praise to Jesus. കാരണം പത്രോസ് പറയുന്നു, സ്വന്തം വഷളത്വത്താലേ ഒരു മനുഷ്യന് നശിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു വ്യക്തിക്ക് തട്ടിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾക്ക് നന്നാവണോ നിങ്ങൾ നന്നാവണം, എനിക്ക് നന്നാവണോ ഞാൻ നന്നാവണം. എൻ്റെ വഷളത്വം എന്നെ നശിപ്പിക്കുകയും ചെയ്യും, എൻ്റെ നീതി പ്രവർത്തികൾ എന്നെ ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ. വാക്യം ഒന്ന് എടുത്ത് വായിക്കണമെന്നുണ്ട്, പക്ഷെ സമയം തീർന്നുപോയി. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ഇരിക്കെ അധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ, അത് മനുഷ്യരാ. ദൂതന്മാർ വാപുത്തി മിണ്ടാതിരിക്കുക, ദൂഷണവിധി മിണ്ടാതിരിക്കുക. എന്നാൽ പോലും അധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ മഹിമകളെ ദുഷിപ്പാൻ
ശങ്കിക്കുന്നില്ല. ജാത്യാ പിടിപെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ മനുഷ്യരാണ്. പക്ഷെ ജന്തുക്കളെ പോലെ ജീവിച്ച എന്തോ ചെയ്യാൻ നോക്കും? മനുഷ്യരാണ്. ജന്തുക്കളെ പോലെ പെരുമാറി എന്തോ ചെയ്യാൻ നോക്കും? മനുഷ്യർക്കുള്ള നിയമങ്ങളാ തിരുവെഴുത്തി തന്നേക്കുന്നേ. അതും വായിച്ചിട്ട് ജന്തുക്കളെ പോലെ ജീവിച്ച എന്തോ ചെയ്യാൻ നോക്കും? അതുകൊണ്ട് പത്രോസ് ഇവിടെ പറയുന്നത്, ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്താൽ നശിച്ചു പോകും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രവൃത്തി നന്നായിരിക്കണം, ചിന്ത നന്നായിരിക്കണം, വാക്ക് നന്നായിരിക്കണം, സ്വഭാവം നന്നായിരിക്കണം, മനസ്സ് നന്നായിരിക്കണം. അറിഞ്ഞുകൊണ്ട് ഒരു ദോഷവും ആർക്കും ചെയ്യാൻ നിക്കല്ല്. തിരുവെഴുത്ത് പറയുന്നു, സ്വന്തം വഷളത്താൽ നശിച്ചു പോകും. നാശത്തിന്റെ അടിമത്തം, ദ്രവത്വത്തിന്റെ അടിമത്തം. പുത്രന്റെ ശരീരം ദ്രവത്വം കാണാത്ത കാരണം എന്താന്ന് ചോദിച്ചാൽ, താൻ ആ നിലവാരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ കാത്തു സൂക്ഷിച്ചിരുന്നു. ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലെ അടിമത്തത്തിൻ്റെ അവസ്ഥകൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് ക്യാൻസൽ ചെയ്ത് തന്നാൽ, ഇനിമേൽ ഞാൻ ഒരു കാര്യത്തിലേക്കും വീണു പോകാതെ എന്നെ തന്നെ സൂക്ഷിക്കാമെന്ന് തീരുമാനിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ദൈവസാന്നിധ്യം ഇന്ന് പകരപ്പെടട്ടെ. പ്രാർത്ഥിച്ചേ. അടിമച്ചങ്ങലകളെ കർത്താവേ, ഇന്ന് ദൈവത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാ അടിമച്ചങ്ങലകളും ഇന്ന് മറഞ്ഞിരിക്കുന്ന അടിമച്ചങ്ങലകൾ, മറഞ്ഞിരിക്കുന്ന അടിമനുഖങ്ങൾ, മറഞ്ഞിരിക്കുന്ന അടിമഭാഷങ്ങൾ ഈ പ്രാർത്ഥന മധ്യേ അത് വെളിപ്പെട്ട് വരട്ടെ. വ്യക്തികളെ ചുറ്റിയിരിക്കുന്ന, വ്യക്തികളുടെ കരങ്ങളെ ചുറ്റിയിരിക്കുന്ന, കഴുത്തിനെ ചുറ്റിയിരിക്കുന്ന, മനസ്സിനെ ചുറ്റിയിരിക്കുന്ന, കാലുകളെ ചുറ്റിയിരിക്കുന്ന, ഉടലിനെ ചുറ്റിയിരിക്കുന്ന, ബുദ്ധിയെ ചുറ്റിയിരിക്കുന്ന, പ്രാണനെ ചുറ്റിയിരിക്കുന്ന സകല ഭാഷങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. റബക സതസോകമ ലിബ്രകതബോ ഷകേതോഗോയ റംദരിമ കോറോബോസിയ ലിബ്രകതിമ സുഫ റഷതിലിമ കോനോ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ പാപബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ, എല്ലാ അടിമനുഖങ്ങളും കത്തിപ്പോട്ടെ, എല്ലാ ഇരുട്ടിന്റെ ചങ്ങലകളും പൊട്ടിപ്പോട്ടെ, എല്ലാ പൈശാചിക നുഖങ്ങൾ തകർന്നു പോട്ടെ, എല്ലാ പാപബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുർസ്വപ്നം കാണുന്ന അവസ്ഥകൾ ക്യാൻസൽ ആയിപ്പോട്ടെ. റുഫന റാംടീസ് ലൊക്കേവേസ് ആകിൻ റുഫിൻറ്റെ സർഗോ ലൈറ്റോ റോഫാനി ബൗഡ സിഖേമിയ. ഓ ജീസസ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങൾ ഏതൊന്നിനകത്താണോ സഫർ ചെയ്യുന്നത്, ആ മേഖലയെ, ആ ഒരു വിഷയത്തെ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊടുത്ത് ഈ സെക്കൻഡിൽ പ്രാർത്ഥിക്കുക. അതിന്മേൽ കർത്താവിൻ്റെ ഒരു കരം ഈ സെക്കൻഡിൽ സഹായത്തിനായി നീട്ടാൻ പോവുകയാണ്. എന്തിനകത്താണോ നിങ്ങൾ സഫർ ചെയ്യുന്നത്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ഇപ്പോൾ കർത്താവിൻ്റെ ഒരു കരം അതിന്മേൽ ഷൂറാമ ഹഥോ റഖിമ പവർ സിവിതാനിയ ഹോഫ് റെഡോ നിബ ബാസി ലിഡ റൂഫിനി ടാക്കോ സേ. നിന്റെ നന്മ തടയുന്നതിന്റെ കാരണമുണ്ട്, നിങ്ങളുടെ നന്മ തടയുന്നതിന്റെ കാരണമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഉയർച്ച തടയുന്നതിന്റെ കാരണങ്ങളുണ്ട്. ലീഗലിയാണ് സാത്താൻ അത് തടയുന്നതെങ്കിൽ, ആ ലീഗൽ അവന് ലഭിച്ച അവകാശങ്ങളെ നിങ്ങളുടെ വായി കൊണ്ട് ഈ സെക്കൻഡിൽ കട്ട് ചെയ്യുക. അവന് ലഭിച്ച എല്ലാ അവകാശങ്ങൾ, നിയമപരമായി അവന് ലഭിച്ച അവകാശങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക്, മനസ്സിലേക്ക്, വികാരങ്ങളിലേക്ക്, ബുദ്ധിയിലേക്ക് അവന് ലീഗലി ലഭിച്ച അവകാശങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. നിന്റെ വീടിനകത്ത് നിയമപരമായി ലഭിച്ച അവകാശങ്ങൾ കട്ടാകട്ടെ. നിങ്ങളുടെ തലമുറകളുടെ മേൽ നിയമപരമായി സാത്താൻ ലഭിച്ച അവകാശങ്ങൾ കട്ടാകട്ടെ. ഓ, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മേൽ നിയമപരമായി ലഭിച്ച അവകാശങ്ങൾ കട്ടാകട്ടെ. എല്ലാ സോൾ പ്രിസൺസ് ബ്രേക്ക് ആകട്ടെ. സോൾ പ്രിസൺ ബ്രേക്ക് ആകട്ടെ. സോൾ ടൈസ്, അൺഗോഡ്ലി സോൾ ടൈസ് ബ്രേക്ക് ആകട്ടെ. അൺഗോഡ്ലി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകട്ടെ. ലുഫേന റമേറ്റോ സീബ റീവറ്റിഗോസിയ. പവർഫുൾ നെയിം ഓഫ് ജീസസ്. കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് പലരെയും, കർത്താവ് ഹീൽ ചെയ്യുന്നുണ്ട് പലരെയും, കർത്താവ് തൊടുന്നുണ്ട് പലരെയും യേശുവിന്റെ നാമത്തിൽ, 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 നാമത്തിൽ.
Father God, Father God, Father God. Sheremena rathena babasi. Sharanananananana. Oh, ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി റിലീസ് ആകട്ടെ. പ്രാർത്ഥിച്ചവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളെ സ്പർശിച്ച അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കരം ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റിമണി, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ആമേൻ അറിയിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഈ നമ്പർ വാട്സാപ്പിൽ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ ടെസ്റ്റിമണീസ്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അയച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് വളരെ ബലമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ലിങ്കുകൾ കിട്ടണമെങ്കിൽ, പോസ്റ്ററുകൾ കിട്ടണമെങ്കിൽ, അറിയിപ്പ് കിട്ടണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാൽ ഇവിടുന്ന് അത് അയച്ച് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് മുടക്കം കൂടാതെ ഞങ്ങളുടെ എല്ലാ സ്പെഷ്യൽ മീറ്റിംഗ്സിലും റെഗുലർ മീറ്റിംഗ്സിലും പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ഈ ശുശ്രൂഷകൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് നടന്നു വരുന്നു. രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഈവനിങ് 6:30 ഞങ്ങളുടെ ഈവനിങ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് 2 മീറ്റിങ്ങിലും പങ്കെടുക്കാൻ കഴിയും. യൂട്യൂബ് നിങ്ങൾ സന്ദർശിച്ചാൽ മതിയാകും. സൂം ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് സൂം ലിങ്ക് അയച്ചു കിട്ടും. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് പദ്ധതി ഇട്ടത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേട്ടത്. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശം, പുതിയൊരു വെളിപ്പാട്, പുതിയൊരു ആലോചന, പുതിയൊരു നിയോഗം കർത്താവ് എന്നെ നൽകി ഏൽപ്പിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിനായിട്ട് പ്രവർത്തിക്കാം, ഒരുമിച്ച് ദൈവരാജ്യത്തിൽ വളരാം. കർത്താവ് അതിനായി നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഗാഡ് ബ്ലസ് യു ആൻഡ് ഗാഡ് ബി വിത്ത്